നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉക്രൈൻ ആക്രമണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നാമമാത്രമായിരുന്നു. ആ സമയങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളായ സൗദി അറേബ്യയും ഇറാഖുമൊക്കെയായിരുന്നു ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതിക്കാർ. എന്നാൽ ഉക്രൈൻ അധിനിവേശത്തോടെ ആഗോള ക്രൂഡ് ഓയിൽ വിപണിയുടെ സമവാക്യങ്ങൾ തന്നെ മാറ്റി മറിക്കുകയായിരുന്നു. ഉക്രൈൻ യുദ്ധത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സ് തടയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും UK ഒക്കെ അടങ്ങുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ വൻ വിലക്കിഴിവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ നൽകാൻ റഷ്യ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന് റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറി. ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിലും റഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2023 സൗദി അറേബ്യയെ മറികടന്ന് ചൈനയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനായി റഷ്യ മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം റഷ്യ ചൈനയിലേക്ക് 107 ദശലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് കയറ്റി അയച്ചത്. ഇത് പ്രതിദിനം 2.14 ദശലക്ഷം ബാരലിന് തുല്യമാണെന്നും ചൈനീസ് കസ്റ്റംസ് ഡാറ്റ വ്യക്തമാക്കുന്നു. മറ്റു പ്രധാന എണ്ണ കയറ്റുമതിക്കാരായി സൗദി അറേബ്യ, ഇറാഖ് എന്നിവയേക്കാൾ വളരെ കൂടുതലാണ് ചൈനയിലേക്കുള്ള റഷ്യയുടെ ഇറക്കുമതി. മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി 1.8% ഇടിഞ്ഞ് 85.96 ദശലക്ഷം ടണ്ണായി. വിലക്കിഴിവുള്ള എണ്ണയ്ക്കായുള്ള ചൈനീസ് ഇന്ത്യൻ റിഫൈനർമാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ റഷ്യൻ ക്രൂഡിൻ്റെ വില 2023 ഉയർന്നു. സൗദി അറേബ്യ ജൂലൈ മുതൽ അവരുടെ അറബ് ലൈറ്റിൻ്റെ വില ഉയർത്തിയതോടെ ചില റിഫൈനർമാരെ വില കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. വില ഉയർത്തുന്നതിന് വേണ്ടി ലോകത്തിലെ ഏറ്റവും മികച്ച 3 എണ്ണ ഉൽപ്പാദകരിൽ 2 സൗദി അറേബ്യയും റഷ്യയും കഴിഞ്ഞ വർഷം ഉൽപ്പാദനവും കയറ്റുമതിയും വെട്ടിക്കുറയ്ക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. സൗദി അറേബ്യ ഈ പാദത്തിൽ 1 ദശലക്ഷം BPD ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുമ്പോൾ റഷ്യ ഈ വർഷം കയറ്റുമതി കുറയ്ക്കുമെന്നും അറിയിച്ചു.